ഇത് നമ്മുടെ കിച്ചണാണ്. ഇവിടെ ഇന്ന് സദ്യക്കുള്ള ചുട്ടവട്ടങ്ങളൊക്കെ ഒരുക്കി എൻ്റെ വൈഫും അമ്മയും കൂടെയൊക്കെ എല്ലാം ഉണ്ടാക്കി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കറങ്ങി കിടക്കുകയാണ്. കണ്ട അത് കഴിഞ്ഞിട്ട് കിടക്കുന്നതിൻ്റെ ഒരു കോലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുക്കറിൽ ചോറ് റെഡിയാവുന്നുണ്ട്. ഇവിടെ പായസം എല്ലാം സെറ്റായി. ലാസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കോരി ഒഴിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജോലി ഇനിയാണ് ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് ഇതെല്ലാം ഓക്കെ ആണെന്നൊരു അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. എല്ലാം അടിപൊളിയാണ്, സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ നമ്മൾ ഇലയൊക്കെ ഇട്ട് നമ്മൾ ഈ ചട്ടി ഉണ്ടല്ലോ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചുങ്കംകട എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോഴത്തേക്ക്, തമിഴ്നാട്ടിൽ അവിടെ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചാണ്. അതിൽ ആദ്യമായിട്ടാണ് അതിൽ കുക്ക് ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയ അവിയലാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറുടെ അഭിപ്രായം. എന്തായാലും ഇനി കഴിച്ചു നോക്കിയ അഭിപ്രായം പറയണം. കഴിച്ചു നോട്ടെ. തെറ്റാണ്, കൊള്ളാം, അടിപൊളി. നമ്മൾ സദ്യയുടെ സാധനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് ഐറ്റങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇത് പരിപ്പിൻ്റെ പായസമാണ്. ഇഞ്ചിപ്പുളി, പപ്പടം, സാമ്പാർ, പിന്നെ പരിപ്പ്, ഇതെന്തോന്ന്, ബീട്രൂട്ട് പച്ചടി, പിന്നെ വെള്ളപ്പച്ചടി, ചോറ്, ഈ കലം കണ്ട, ഈ കലത്തിലിരിക്കുന്നത് മോര്, പിന്നെ നമ്മുടെ അവിയൽ, അതുപോലെ തോരൻ. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഇത്രയും നമുക്ക് ധാരാളം. ഇനി നമുക്കുള്ള ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് വയ്ക്കാം. ഇതൊക്കെ ശാലുവിൻ്റെ പ്രത്യേക പ്രിപ്പറേഷനാണ് കേട്ടോ. ഇഞ്ചി പുളിയൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാകും. പിടിക്കേണ്ട ആൾ അമ്മയ്ക്കുള്ള ഇവിടെ വയ്ക്കട്ടാ. നമ്മൾ 3 പേര്, ഞാൻ, ശാലു, കുഞ്ഞനുമാണ് ഇവിടുന്ന് കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അമ്മ പ്രത്യേകം കഴിക്കാമെന്നാണ് പറയുന്നത്. നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ നമുക്ക് സൗകര്യമുള്ളിടത്ത് വെച്ച് കഴിക്കാമല്ലോ. നോ അതർ റെസ്ട്രിക്ഷൻസ്. തോരൻ വേണ്ടേ? ഇതിലൊന്നും നല്ലതാണ്. ഈ ചട്ടിയാണ് ഹൈലൈറ്റ് കേട്ടോ, ഏറ്റവും വലിയ ചട്ടിയാണ്. ഇതിനകത്ത് കുറച്ച് വേണ്ട തോന്നുന്നു തരാനുള്ളതൊന്നുമില്ല. പിന്നെ നമുക്ക് പപ്പടം, ഈ നേരത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പപ്പടം കുഴച്ച് കഴിച്ചില്ലല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ കുഴച്ച് കഴിക്കും. കാര്യം തോന്നി ഇത്രയും പപ്പടം ഉണ്ട്, ഞാൻ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, എനിക്ക് പപ്പടത്തിന് ആരും ചോദിക്കേണ്ട, സുഖമായിട്ട് പപ്പടവും പരിപ്പോടും ഞാൻ കുഴച്ച് കഴിക്കും. പിന്നെ എൻ്റെ പായസം എടുക്കുമ്പോഴും ഞാൻ പപ്പടം കുഴച്ച് കഴിക്കും. ഇത്രയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇതെല്ലാം ഒരു ഓർമ്മയാണ്, എന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഓർമ്മയാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പപ്പ ഇവിടെ ഇല്ല. പപ്പ അപ്പുറത്തിരുന്നാണ് കഴിക്കണം. പപ്പയ്ക്ക് ഈ ചെയറിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പപ്പ അപ്പുറത്തിരുന്നാണ് കഴിക്കണം. ഇതിനെല്ലാം പിന്നെ പ്രവർത്തിച്ച് ശാലുവിനും അമ്മയ്ക്കും. അമ്മയ്ക്ക് വാ. ഇതാണ് എൻ്റെ സ്വന്തം മമ്മി. ഇനി അടുത്തോട്ട് വാ. ഇതാണ് അമ്മ. അന്ന് നമ്മൾ ഷോർട്സിലൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു, സാമ്പാറും പായസവും കൂടെ കഴിക്കുന്നതിൻ്റെ. അന്ന് എൻ്റെ അടുത്തിരുന്ന ആരാണെന്ന് പലരും ചോദിച്ചു. ഇതാണ് ആ ആള്, എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അമ്മയ്ക്കും ശാലുവിനും താങ്ക് യു സോ മച്ച്. പിന്നെ സഹകരിക്കുന്ന കുഞ്ഞിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറ.